നമസ്കാരം. സ്റ്റുഡിയോ ആസ്ട്രോയുടെ ഈ ആത്മീയ ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജ്യോതിഷ വിഷയങ്ങൾ, നക്ഷത്രഫലങ്ങൾ, ഗ്രഹനിലകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ അവതരിപ്പിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ പുതിയ വീഡിയോ അപ്ഡേറ്റുകൾ സമയോചിതമായി ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അഞ്ജന എസ് പണിക്കർ. നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ അമൂല്യമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മടിക്കേണ്ടതില്ല. കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ദയവു ചെയ്തു ലിങ്ക് ഷെയർ ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും കമന്റുകൾക്കും അഭിപ്രായങ്ങൾക്കും വളരെ അധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജോലി തിരക്കുകൾ കാരണം എല്ലാ കമന്റുകൾക്കും ഉടൻ മറുപടി നൽകാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാലും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമല്ലോ. മറുപടിയിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ ദയവു ചെയ്തു ക്ഷമിക്കുമല്ലോ. നിങ്ങളുടെ ജന്മനക്ഷത്രം ഏതാണ്? അത് അനുസരിച്ച് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട വിശേഷപ്പെട്ട ക്ഷേത്രങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയാമോ? പുരാതന വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജന്മനക്ഷത്രത്തിന് അനുസൃതമായി ദർശനം നടത്തുന്നത് ആത്മീയമായും മാനസികമായും വലിയ പ്രാധാന്യമുള്ളതായി കരുതപ്പെടുന്നു. കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന അനേകം ക്ഷേത്രങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകമായി നിർദ്ദേശിക്കപ്പെട്ടവയാണ്. അശ്വതി മുതൽ രേവതി വരെ ഉള്ള 27 നക്ഷത്രങ്ങളിലൊന്നിലേക്ക് പെട്ടവർക്കായി തങ്ങളുടേതായ ദൈവിക ബന്ധമുള്ള ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നു. ഈ ക്ഷേത്രങ്ങളിൽ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിപ്പിക്കുമെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു. മനസ്സിലെ ആശങ്കകൾ മാറാനും ആത്മവിശ്വാസം വർദ്ധിക്കാനും ഇത്തരം ദർശനങ്ങൾ സഹായകമാകുമെന്ന് പലരും അനുഭവം പങ്കുവയ്ക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ജന്മനക്ഷത്രത്തിന് അനുയോജ്യമായ കേരളത്തിലെ പ്രശസ്ത ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഇനി വിശദമായി നോക്കാം. ആദ്യത്തെ 4 നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി. അശ്വതി, കണ്ണൂർ ജില്ലയിലെ വൈദ്യനാഥ ക്ഷേത്രം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അതീവ പ്രാധാന്യമുള്ള ദർശനസ്ഥാനമായി കരുതപ്പെടുന്നു. ശിവന്റെ വൈദ്യരൂപമായ വൈദ്യനാഥൻ ഇവിടെ ആരാധിക്കപ്പെടുന്നതിനാൽ ശാരീരിക അസുഖങ്ങൾ മാറാനും മാനസിക സമാധാനം നേടാനും ഭക്തർ പ്രത്യേകമായി ഇവിടെ പ്രാർത്ഥിക്കുന്നു. ദീർഘകാല രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്ന വിശ്വാസം ഈ ക്ഷേത്രത്തെ കൂടുതൽ പ്രസിദ്ധമാക്കുന്നു. ഭരണി, കൊല്ലം ജില്ലയിലെ തൃക്കടവൂർ ശിവക്ഷേത്രം ഭരണി നക്ഷത്രക്കാർക്ക് ഏറെ അനുയോജ്യമാണ്. ആയുസ്സിനും ആരോഗ്യത്തിനുമായി പ്രാർത്ഥിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ ശിവന്റെ അനുഗ്രഹം കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിപ്പിക്കുമെന്ന് കരുതപ്പെടുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികൾ കുറയാനും ആത്മവിശ്വാസം വർദ്ധിക്കാനും ഇവിടെ ദർശനം സഹായകരമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. കാർത്തിക, ഹരിപ്പാട്ടെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തെക്കൻ പഴനി എന്നറിയപ്പെടുന്നു. കാർത്തിക നക്ഷത്രക്കാർക്ക് ഏറെ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് തടസ്സങ്ങൾ നീക്കി മുന്നേറ്റത്തിന് വഴിയൊരുക്കുമെന്നാണ് വിശ്വാസം. ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്ന ദൈവിക ശക്തി ഇവിടെ അനുഭവിക്കാമെന്നാണ് ഭക്തരുടെ അനുഭവം. രോഹിണി, തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം രോഹിണി നക്ഷത്രക്കാർക്ക് അത്യന്തം വിശിഷ്ടമായ ദർശന കേന്ദ്രമാണ്. ശ്രീ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ലഭിക്കുന്നതിലൂടെ ജീവിതത്തിൽ സമൃദ്ധിയും ആത്മീയ ഉന്നമനവും കൈവരിക്കാമെന്ന് കരുതപ്പെടുന്നു. ഭക്തിയോടെയും വിശ്വാസത്തോടെയും ഇവിടെ പ്രാർത്ഥിക്കുന്നത് മനസ്സിന് ആഴത്തിലുള്ള സമാധാനം നൽകും. അടുത്ത 4 നക്ഷത്രങ്ങൾ മകയിരം, തിരുവാതിര, പുണർദം, പൂയം. മകയിരം, എറണാകുളത്തെ പെരുന്ന ശ്രീ മുരുകൻ ക്ഷേത്രം മകയിരം നക്ഷത്രക്കാർക്ക് ഏറെ അനുയോജ്യമായ ദർശനസ്ഥലമാണ്. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ ഉഗ്രരൂപം ഭക്തർക്കു ധൈര്യവും ആത്മബലവും നൽകുമെന്ന് വിശ്വാസം. ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടാനും വിജയത്തിലേക്ക് മുന്നേറാനും ഈ ദർശനം പ്രചോദനമാകും. തിരുവാതിര, ആലപ്പുഴയിലെ മന്നാർശാല നാഗരാജ ക്ഷേത്രം തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നാഗദേവതകളുടെ അനുഗ്രഹം ലഭിക്കുന്നതിലൂടെ കുടുംബസൗഖ്യം, സന്താനഭാഗ്യം, ജീവിതത്തിലെ തടസ്സങ്ങൾ എന്നിവയിൽ ശുഭപരിണാമം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. തലമുറകളായി തുടരുന്ന വിശ്വാസപരമ്പര ഈ ക്ഷേത്രത്തെ വിശിഷ്ടമാക്കുന്നു. പുണർദം, പത്തനംതിട്ടയിലെ കവിയൂർ ഹനുമാൻ ക്ഷേത്രം പുണർദം നക്ഷത്രക്കാർക്ക് ശുഭഫലങ്ങൾ നൽകുന്ന ദർശനകേന്ദ്രമാണ്. ഹനുമാന്റെ അനുഗ്രഹം ധൈര്യവും ചൈതന്യവും വർദ്ധിപ്പിക്കുകയും ജീവിതത്തിൽ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും എന്നാണ് ഭക്തർ കരുതുന്നത്. പരീക്ഷണങ്ങളും പ്രതിസന്ധികളും നേരിടുന്നവർക്ക് ഇത് ഒരു ആത്മബലം നൽകുന്ന കേന്ദ്രമാണ്. പൂയം, കണ്ണൂരിലെ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പൂയം നക്ഷത്രക്കാർക്ക് ഏറെ അനുയോജ്യമാണ്. ആത്മീയ ഉണർവിനും മാനസിക സമാധാനത്തിനും ഈ ക്ഷേത്രം ഏറെ പ്രശസ്തമാണ്.
ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ജീവിതത്തിൽ സ്ഥിരതയും സന്തോഷവും വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. തുടർന്നുള്ള 4 നക്ഷത്രങ്ങൾ ആയില്യം, മകം, പൂരം, ഉത്രം. ആയില്യം, കണ്ണൂരിലെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ വിശേഷപ്പെട്ട ദർശന കേന്ദ്രമാണ്. പ്രകൃതി സൗന്ദര്യത്തിനിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ശിവഭക്തർക്കു ആത്മീയ അനുഭവം നൽകുന്ന സ്ഥലമായി അറിയപ്പെടുന്നു. ദർശനം നടത്തുന്നത് ജീവിതത്തിൽ സമൃദ്ധിയും ആത്മീയ സമത്വവും നൽകുമെന്നാണ് വിശ്വാസം. മകം, തിരുവനന്തപുരത്തെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. മകം നക്ഷത്രക്കാർക്ക് ഏറെ അനുയോജ്യമാണ്. വിഘ്നങ്ങൾ നീക്കി കാര്യങ്ങളിൽ വിജയത്തിലേക്ക് നയിക്കുന്ന ഗണപതിയുടെ അനുഗ്രഹം ഇവിടെ പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നു. പുതിയ തുടക്കങ്ങൾക്കായി ഈ ക്ഷേത്ര സന്ദർശനം ഏറെ പ്രാധാന്യമുള്ളതാണ്. പൂരം, എറണാകുളത്തെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം. പൂരം നക്ഷത്രക്കാർക്ക് ഏറെ പ്രസിദ്ധമാണ്. ദേവിയുടെ അനുഗ്രഹം ദോഷങ്ങൾ നീക്കി മനസ്സിന് ശാന്തിയും ആത്മവിശ്വാസവും നൽകുമെന്നാണ് വിശ്വാസം. പ്രത്യേകിച്ച് മാനസിക സംഘർഷങ്ങൾ നേരിടുന്നവർക്ക് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ആശ്വാസം നൽകും. ഉത്രം, ആലപ്പുഴയിലെ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്നു. ഉത്രം നക്ഷത്രക്കാർക്ക് ഏറെ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് പാപപരിഹാരത്തിനും ആത്മീയ വളർച്ചയ്ക്കും സഹായകമാകുമെന്നാണ് കരുതപ്പെടുന്നത്. അടുത്ത 4 നക്ഷത്രങ്ങൾ അത്തം, ചിത്തിര, ചോതി, വിശാഖം. അത്തം, കോട്ടയത്തെ തൃക്കൊടിത്താനം ശ്രീ മഹാദേവ ക്ഷേത്രം. അത്തം നക്ഷത്രക്കാർക്ക് ഏറെ പ്രാധാന്യമുള്ള ദർശനസ്ഥലമാണ്. ശിവന്റെ അനുഗ്രഹം ജീവിതത്തിൽ സമാധാനവും സ്ഥിരതയും നൽകുമെന്നാണ് വിശ്വാസം. കുടുംബജീവിതത്തിൽ ഐക്യം വർദ്ധിപ്പിക്കാനും മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാനും ഇവിടെ പ്രാർത്ഥിക്കുന്നത് സഹായകരമാകുന്നു. ചിത്തിര, ആലപ്പുഴയിലെ ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഏറെ അനുയോജ്യമാണ്. ശിവപാർവതി സന്നിധി ഉള്ളതിനാൽ ദാമ്പത്യ സൗഖ്യത്തിനും കുടുംബസുഖത്തിനും പ്രത്യേകമായി പ്രാർത്ഥിക്കപ്പെടുന്ന ക്ഷേത്രമാണിത്. ബന്ധങ്ങളിൽ സമത്വവും സ്നേഹവും വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ചോതി, പാലക്കാട്ടെ പാമ്പുമേക്കാട്ട് നാഗക്ഷേത്രം. ചോതി നക്ഷത്രക്കാർക്ക് ഏറെ വിശിഷ്ടമാണ്. നാഗദോഷങ്ങൾ മാറാനും ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാനും ഈ ക്ഷേത്രം പ്രസിദ്ധമാണ്. ആത്മീയ ശുദ്ധിയും കുടുംബസമാധാനവും നേടാൻ ഭക്തർ ഇവിടെ എത്താറുണ്ട്. വിശാഖം, കോട്ടയത്തെ ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. വിശാഖം നക്ഷത്രക്കാർക്ക് ശുഭകരമായ ദർശനസ്ഥലമാണ്. ശിവന്റെ അനുഗ്രഹം ലഭിക്കുന്നതിലൂടെ ജീവിതത്തിൽ വിജയവും ആത്മവിശ്വാസവും വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. കലാസമ്പത്ത് വളർത്താനും മനസ്സിന് ഏകാഗ്രത ലഭിക്കാനും ഈ ക്ഷേത്രം സഹായകരമാകുന്നു. ഇതിനുശേഷമുള്ള 4 നക്ഷത്രങ്ങൾ അനിഴം, തിക്കേട്ട്, മൂലം, പൂരാടം. അനിഴം, ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. അനിഴം നക്ഷത്രക്കാർക്ക് അതീവ പ്രാധാന്യമുള്ളതാണ്. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ജീവിതത്തിൽ ആത്മശക്തിയും ഐശ്വര്യവും നൽകുമെന്നാണ് വിശ്വാസം. കഠിനമായ വ്രതാനുഷ്ഠാനത്തോടെ നടത്തുന്ന ഈ തീർത്ഥാടനം ഭക്തിയുടെ ഗൗരവം ഉയർത്തുകയും ആത്മനിയന്ത്രണം വളർത്തുകയും ചെയ്യുന്നു. തൃക്കേട്ട, കണ്ണൂരിലെ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഏറെ അനുയോജ്യമാണ്. മുത്തപ്പന്റെ അനുഗ്രഹം ജീവിതത്തിൽ സംരക്ഷണവും സമൃദ്ധിയും നൽകുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ലളിതമായ ആരാധന രീതിയും ജനസൗഹൃദമായ ആചാരങ്ങളും ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു. മൂലം, കൊല്ലത്തെ കൊട്ടാരക്കര ശ്രീ ഗണപതി ക്ഷേത്രം. മൂലം നക്ഷത്രക്കാർക്ക് ദർശിക്കേണ്ട പ്രധാന ക്ഷേത്രമാണ്. വിഘ്നങ്ങൾ നീക്കി പുതിയ വഴികൾ തുറക്കാൻ ഗണപതിയുടെ അനുഗ്രഹം സഹായിക്കും എന്ന് കരുതപ്പെടുന്നു. പരീക്ഷണകാലങ്ങളിൽ ആത്മവിശ്വാസം നൽകുന്ന ദർശന കേന്ദ്രമാണിത്. പൂരാടം, കൊടുങ്ങല്ലൂരിലെ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം. പൂരാടം നക്ഷത്രക്കാർക്ക് ഏറെ വിശേഷപ്പെട്ടതാണ്. ദേവിയുടെ ശക്തി ഭക്തർക്ക് ആത്മബലവും ധൈര്യവും നൽകുമെന്നാണ് വിശ്വാസം. ദോഷങ്ങൾ നീക്കി ജീവിതത്തിൽ ഉന്മേഷം നിറയ്ക്കാൻ ഈ ക്ഷേത്ര സന്ദർശനം സഹായകരമാകുന്നു. അടുത്ത 4 നക്ഷത്രങ്ങൾ ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, ഉത്രാടം. എറണാകുളത്തെ തുറവൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം. ഉത്രാടം നക്ഷത്രക്കാർക്ക് അനുയോജ്യമാണ്. നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഭയങ്ങളും ആശങ്കകളും അകറ്റി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. സംരക്ഷണത്തിനായി ഭക്തർ ഇവിടെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. തിരുവോണം, തൃശൂരിലെ ഗുരുവായൂർ ശ്രീകൃഷ്ണക്ഷേത്രം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ്. ശ്രീകൃഷ്ണന്റെ കൃപ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നൽകുമെന്നാണ് വിശ്വാസം. ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് മനസ്സമാധാനവും ആത്മസന്തോഷവും ലഭിക്കും. അവിട്ടം, തിരുവനന്തപുരത്തെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. അവിട്ടം നക്ഷത്രക്കാർക്ക് ദർശിക്കേണ്ട പ്രധാന കേന്ദ്രമാണ്. ദേവിയുടെ അനുഗ്രഹം ഐശ്വര്യവും സംരക്ഷണവും നൽകുമെന്നാണ് കരുതപ്പെടുന്നു. സ്ത്രീശക്തിയുടെ പ്രതീകമായി ഈ ക്ഷേത്രം വിശേഷപ്പെട്ടതാണ്. ചതയം, തൃശൂരിലെ വടക്കുന്നാഥൻ ക്ഷേത്രം. ചതയം നക്ഷത്രക്കാർക്ക് ഏറെ വിശിഷ്ടമാണ്.
ശിവന്റെ അനുഗ്രഹം ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുകയും ആത്മീയ വളർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു. അവസാനമായി വരുന്ന നക്ഷത്രങ്ങൾ പൂരൂരുട്ടാതി, ഉത്തിരട്ടാതി, രേവതി. പൂരൂരുട്ടാതി പത്തനംതിട്ടയിലെ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഏറെ അനുയോജ്യമാണ്. ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം സമൃദ്ധിയും ഭാഗ്യവും വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. ആത്മീയമായ ശാന്തിയും ദൈവിക അനുഭവവും നൽകുന്ന കേന്ദ്രമാണിത്. ഉത്തിരട്ടാതി വൈക്കത്തെ ശ്രീ മഹാദേവ ക്ഷേത്രം. ഉത്തിരട്ടാതി നക്ഷത്രക്കാർക്ക് ശുഭകരമാണ്. ശിവന്റെ കൃപ മനസ്സിന് സമാധാനവും ജീവിതത്തിൽ സ്ഥിരതയും നൽകുമെന്നാണ് കരുതപ്പെടുന്നു. ആത്മീയ ഉണർവിനായി ഭക്തർ ഇവിടെ എത്തുന്നു. രേവതി കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം. രേവതി നക്ഷത്രക്കാർക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ്. വിഷ്ണുവിന്റെ അനുഗ്രഹം ലഭിക്കുന്നതിലൂടെ ജീവിതത്തിൽ സമൃദ്ധിയും ആത്മശാന്തിയും കൈവരിക്കാമെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രം പ്രത്യേക ആത്മീയ ശക്തിയുള്ള സ്ഥലമായി പരിഗണിക്കപ്പെടുന്നു. കൂടുതൽ വിശദീകരണം. നക്ഷത്രപൂജയുടെ പ്രാധാന്യം. ജന്മനക്ഷത്രം ഉച്ചരിച്ച് നടത്തുന്ന പൂജകൾ വ്യക്തിയുടെ ജീവിതത്തിൽ ഉള്ള ദോഷങ്ങൾ കുറയ്ക്കാനും അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കുമെന്ന് വിശ്വാസമുണ്ട്. ഇത് വ്യക്തിപരമായ ആത്മീയ ബന്ധം ശക്തമാക്കുകയും ദൈവവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നക്ഷത്രദിന ദർശനത്തിന്റെ പ്രത്യേകത. ഓരോരുത്തരുടെയും നക്ഷത്രം വരുന്ന ദിവസം ക്ഷേത്ര സന്ദർശനം നടത്തുന്നത് കൂടുതൽ ഫലപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. ആ ദിവസത്തെ പ്രാർത്ഥനകൾക്ക് കൂടുതൽ ആത്മീയ ശക്തി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. വ്രതവും ശുദ്ധിയും. ദർശനത്തിന് മുൻപ് ഉപവാസം, ശുദ്ധി, മനസ്സിന്റെ ഏകാഗ്രത എന്നിവ പാലിക്കുന്നത് ദർശനത്തിന്റെ ആത്മീയ മൂല്യം വർദ്ധിപ്പിക്കുന്നു. ഇത് ശരീരത്തിനും മനസ്സിനും ശാന്തി നൽകുന്നു. വഴിപാടുകളുടെ ആത്മാർത്ഥത. ഓരോ ക്ഷേത്രത്തിനും തനതായ വഴിപാടുകൾ ഉണ്ട്. ഭക്തിയുടെ അടയാളമായി സമർപ്പിക്കുന്ന ഈ വഴിപാടുകൾ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ സഹായിക്കുന്നു. ഉദാഹരണത്തിന് ഗുരുവായൂരിൽ തുളസിമാല സമർപ്പിക്കൽ, ശബരിമലയിൽ നെയ്യഭിഷേകം എന്നിവ വളരെ പ്രസിദ്ധമാണ്. ഞാൻ ഇതുവരെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജന്മനക്ഷത്രത്തിന്റെ പ്രാധാന്യവും അതനുസരിച്ച് ജീവിതത്തിൽ സന്ദർശിക്കേണ്ട വിശിഷ്ട ക്ഷേത്രങ്ങളെയും കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. നിങ്ങളുടെ പേരും നാളും കമന്റായി താഴെ ഇടാവുന്നതാണ്. അത് കുറിച്ചെടുത്തു ഞങ്ങളുടെ തറവാട്ട് ക്ഷേത്രത്തിൽ ദിവസം നടന്നുവരുന്ന പൂജകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും പങ്കുവയ്ക്കാൻ ദയവായി മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ഇറ്റ്സ് മീ അഞ്ജന എസ് പണിക്കർ, സൈനിങ് ഓഫ്.